വിശ്വാസികൾക്ക് സ്നേഹവും ത്യാഗവും സഹനവും വിളമ്പി നൽകേണ്ട അടിസ്ഥാന ശിലയായ പരിശുദ്ധ അൾത്താരയും ബലിയർപ്പണ വേദി എറണാകുളം അങ്കമാലി രൂപതയിൽ ഇന്ന് വെറുപ്പും വിദ്വേഷവും കലഹവും വിളമ്പിക്കൊടുക്കുന്ന വേദിയായി മാറിയിരിക്കുകയാണ്. സിറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്കും യൂദാസിന്റെ പാതയിലൂടെ സമ്പത്താണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള ആപ്തവാക്യം കൈമുതലാക്കി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ചോര ഊറ്റിക്കൊടുക്കുന്ന ദുഷ്ടപിശാചുക്കളായി മാറി എന്നുള്ളതാണ് പരക്കെയുള്ള വിശ്വാസികളുടെ അഭിപ്രായം. എറണാകുളം അങ്കമാലി രൂപതയിലെ വിമത വൈദികർക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ യേശുവിന്റെ വീണ്ടും ഒരു കുരിശുമരണം സംജാതമാകണമോ? യാക്കോബായ സഭകളിൽ നടക്കുന്നത് അവരുടെ സ്വത്ത് തർക്കം മാത്രമാണ്. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്നത് ആരാധനയെ കുറിച്ചുള്ള കലഹമാണ് എന്ന് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം സ്വത്തും അധികാരവും തന്നെയാണ്. ഈ കലഹത്തിലൂടെ സഭയെ മാത്രമല്ല യേശുവിനെയുമാണ് സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നത്. യേശുവിനെ 2000 വർഷം മുൻപ് യഹൂദർ കുരിശിലേറ്റി കൊന്നെങ്കിൽ ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിലെ യൂദാസിന്റെ തനി പകർപ്പുകളായ പുരോഹിതരെന്ന് അവകാശപ്പെടുന്ന വെള്ളവസ്ത്രധാരികൾ പരിശുദ്ധമായ ബലിവേദിയും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വേദിയാക്കി മാറ്റുകയാണ്. ആടുകളെ നോക്കുവാൻ നിയോഗിക്കപ്പെട്ട ഇടയന്മാരിൽ നിന്ന് ആടുകളെ തമ്മിൽ തല്ലിച്ച് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന പീലോത്തോസുമാരായി മാറിയിരിക്കുകയാണ്. പരിശുദ്ധമായ ബലിവേദിയിൽ നിന്ന് തമ്മിൽ തല്ലിന്റെയും പോർവിളിയുടെയും നുണപ്രചാരണത്തിന്റെയും വേദിയാക്കി മാറ്റുകയാണ്. പീലോത്താസ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. അത് തന്നെയല്ലേ സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാരും എറണാകുളം അങ്കമാലി രൂപതയുടെ കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനഡ് പിതാക്കന്മാർ കൈയൊഴിഞ്ഞ വിമത വൈദികരുടെ തോന്നിവാസങ്ങളുടെ കൂത്തരങ്ങായി മാറിയ ഈ സഭയിൽ നിന്നും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അങ്ങനെയെങ്കിൽ എന്തിന് ഇനി ഈ സഭയിൽ തുടരണം? ഒരു യഥാർത്ഥ സീറോ മലബാർ വിശ്വാസിയായി മാർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അത് ഈ രൂപതയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം വെള്ളവസ്ത്രധാരികളായ മാഫിയ സംഘത്തിന്റെ പിടിയിലമർന്ന ഈ രൂപത അനുസരണക്കേടിന് മറ്റൊരു ഏതൻ തോട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ സഭയിൽ തുടരണമോ എന്നുള്ളത് വിശ്വാസികൾ പരസ്പരം ചോദിക്കുകയാണ്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ സഭയോടൊപ്പം നിൽക്കുന്ന ദൈവമക്കളെ ചെന്നായാക്കുന്ന വിമതരെ കണ്ട് പേടിച്ചിട്ടിട്ട് പോകുന്ന സഭാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്? ചിന്തിക്കുക, ഇനിയും ഈ സഭയിൽ എന്തിന് തുടരണമെന്ന്. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, കലഹത്തിന്റെ വിത്ത് പാകുന്ന ഈ രൂപതയിൽ, ഈ സഭയിൽ എന്തിന് തുടരണമെന്ന് വിശ്വാസികൾ പരസ്പരം ചോദിക്കുകയാണ്.